പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കൂടിവരവ് ഒരു പ്രത്യേക നിലയിൽ ക്രമീകരിച്ചതാണ്. നമ്മൾ സഭയായി വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി, ആത്മീയമായ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി സഭയായി നമ്മൾ കഴിയുന്നിടത്തോളം അവരെ പ്രോത്സാഹിപ്പിക്കുകയും ദൈവവചനം പഠിപ്പിക്കുകയും പ്രത്യേകിച്ച് ദൈവവചനം കാണാതെ പഠിക്കുവാൻ തക്കവണ്ണമുള്ള ആഹ്വാനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ താല്പര്യപൂർവ്വം, പല കുഞ്ഞുങ്ങളും ആ വിഷയത്തിൽ വളരെ മുൻപിലാണ് എന്നുള്ളത് അഭിമാനത്തോടും ദൈവനാമ മഹത്വത്തിനു വേണ്ടിയും പ്രസ്താവിപ്പാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ വർഷാരംഭത്തിൽ തന്നെ ദൈവവചനം ആ നിലയിൽ കാണാതെ പഠിച്ച് പറയുവാൻ തക്കവണ്ണം പ്രോത്സാഹിപ്പിക്കുകയും പ്രത്യേകിച്ച് 119 സങ്കീർത്തനം അത് കാണാതെ പറയുവാൻ തക്കവണ്ണം കഴിഞ്ഞ കാലങ്ങളിൽ അനേക കുഞ്ഞുങ്ങൾക്കത് സാധിച്ചു. ഈ പ്രാവശ്യവും നമ്മുടെ ഇപ്പോൾ 6 കുഞ്ഞുങ്ങൾ ആ നിലയിൽ ദൈവവചനം കാണാതെ പഠിച്ചു. അവർ 119 സങ്കീർത്തനം പറയുക മാത്രമല്ല, മറ്റ് ചില അധ്യായങ്ങളും നമ്മുടെ 1-2 കുഞ്ഞുങ്ങൾ ഫിലിപ്പിയ ലേഖനം തന്നെ അത് മുഴുവനുമായി കാണാതെ പറഞ്ഞു. ആ നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും പ്രശംസ കൈപ്പറ്റുവാൻ തക്കവണ്ണം കഴിയുന്ന നിലയിൽ അവരുടെ ആത്മീയ ജീവിതമായിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടെ പറയുകയും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ തക്കവണ്ണം അങ്ങനെ പറഞ്ഞതായ കുഞ്ഞുങ്ങൾക്ക് ട്രോഫി കൊടുക്കുന്ന ഒരു പതിവുണ്ട്. ഈ പ്രാവശ്യവും അവർക്ക് വേണ്ടി അത് ക്രമീകരിച്ചു. നമുക്ക് ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം കഴിയാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ സംവിധാനത്തിൽ ഇന്ന് രാത്രിയിൽ അത് കൊടുക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുകയാണ്. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട എൽഡർ റെജി മുൻപോട്ട് കടന്നു വന്ന് ഒരു വാക്ക് ഈ വിഷയത്തിനായിട്ട് ഈ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച അനന്തരം ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രി സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ രാത്രി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്രമീകരണത്തിൽ ആലത്തിൽ ഒരുമിച്ച് കൂടുവാൻ സ്വർഗം ഒരുക്കി തന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, ദേശത്ത് സഭയായി അടിങ്ങളെ സൂക്ഷിക്കുന്ന നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് കൂടുവാൻ സാവകാശമില്ല എങ്കിലും ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ലഭിക്കുന്ന ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുത്ത് സന്തോഷിച്ച് ദൈവത്തെ മഹത്വത്തോടെ ജീവിപ്പാൻ സ്വർഗോടിയാക്കുന്നോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി വിശേഷാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം മനഃപാഠമായി പഠിക്കുവാൻ ശ്രമകരമായ ഉദ്യമം അവർ നടത്തി. അതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കുഞ്ഞുങ്ങളെ സഹായിച്ചു. വളരെ അടുക്കോടെ ചുറ്റിയോടെ മനോഹരമായി കർത്താവേ 110 സങ്കീർത്തനവും ലേഖനങ്ങളൊക്കെ കാണാതെ പനി കുഞ്ഞുങ്ങളെ കർത്താവ് ബലപ്പെടുത്തി. ഞങ്ങളുടെ ദാസൻ തുടക്കത്തിൽ ഓർപ്പിച്ചതുപോലെ ആ വിധത്തിൽ പൂർണ്ണമായിട്ടും കാണാതെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവരെ അഭിനന്ദിക്കുവാൻ, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ക്രമീകരിച്ചിരിക്കുന്ന ട്രോഫി ഹാൻഡ് ഓവർ എന്നുള്ളതായ ഒരു ചടങ്ങ് ഇപ്പോൾ നടക്കുകയാണല്ലോ. കർത്താവെ, ഇതിന് മുൻകൈയെടുത്ത് തങ്ങളുടെ ദാസന് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഹൃദയത്തിൽ കൊടുത്തിരുന്ന നിയോഗത്തിനായി സ്തോത്രം. സഭയിലെ വളർന്നു വന്ന കുഞ്ഞുങ്ങളെ ആ നിലയിൽ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ വളർത്തുവാനും തക്കവണ്ണം കൊടുത്തിരിക്കുന്ന വലിയ ദീർഘവീക്ഷണത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവരെ ഓരോരുത്തരെയും പേരുവരായി കർത്താവ് ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. അവർ വളരെ ശ്രമകരമായി കാണാതെ പഠിച്ച വാക്യങ്ങൾ കേവലം ഒരു ട്രോഫിക്ക് വേണ്ടി, ഒരു സമ്മാനത്തിന് വേണ്ടി അല്ല, മറിച്ച് കർത്താവെ അവരുടെ ജീവിതത്തിൽ തന്നെ വലിയ പരിവർത്തനം ഉണ്ടാകത്തക്കവണ്ണം കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിടുത്തെ നാമത്തെ ഉയർത്തുന്ന കുഞ്ഞുങ്ങളായി നിന്റെ വചനത്തിൽ പുകഴുന്നവരായി വളർന്നുവരുവാൻ സ്വർഗമിടയാക്കണമേ. അവരുടെ പേരൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ സഹായം, അവരുടെ കൈത്താങ്ങൽ ഇതിന് എത്രയോ അനുഗ്രഹമായിരുന്നു. കർത്താവെ, ആ പ്രിയയുടെ കർത്താവ് അനുഗ്രഹിക്കണമേ. കുടുംബമായി നിന്റെ മക്കളെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്നതായ ഈ പ്രോഗ്രാം കർത്താവെ, ശുശ്രൂഷ അവിടെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നൽകണമേ. ഈ സംവിധാനം ഓപ്പറേറ്റ് ഞങ്ങളുടെ സ്വർമാർക്കായി സ്തോത്രം. അവരെയും കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന അടിക്കാൻ സ്തോത്രം. യേശു കർത്താവിന് വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ.
beloved children, we appreciate your interest and your hard work to learn, memorize the Word of God, which is called living Word of God. Really, it will benefit you as you are growing up, and you will face problems and temptations, and certain time too much difficulties, and you have to face the devil directly attacking you to destroy you, and sometimes you don't know where to go, which is the right way. When you have the Word of God, it will speak to you and it will take you to the right destination. That's the benefit when you have the Word of God in your heart. And we appreciate you, as well as I would comment about your parents, who are the source of your encouragement, who encourage you and gave you the atmosphere so that you can learn it. May God bless you and your parents. Today, as a token of appreciation, also to encourage you further, don't stop here. You learn as much as you can. This is the right time and age that you can learn the Word of God. After you grow up, it is very difficult. If you ask me to memorize some new verses, it is very difficult, and it may take time to learn. And those Word of God which I memorized during my childhood, during the young age, still I know. I can recite it. So may God bless you as you are growing up, and as you are going to face the world. May God bless you and the Word of God strengthen you. Praise the Lord. Now I would like to give you these trophies. 6 of our beloved children. 2 will be reaching now. First of all, I call upon Andrew and Aaron. Both come. Who is the elder one? You. As everyone knows that they are twins, and they both learn the Word of God, and they recite it, and we heard it. May God bless you, my dear. So, Andrew, or who is this? Aaron. Praise God. And then Andrew. Now I'll call both Faith and Kate. Come forward. As you know, they are brother and sister. Come. I remember us
she was very, very young, a child. During our worship, and when I give time to give the memory verse, it was so lovely to hear. And now we cannot hear from her now. She has grown up, and she learned so many chapters of the Bible, as well as Psalms 119 at this age. And her brother also, same. He is also interested and learn the word of God. And as I told you, their parents are an example for the children, and they encouraged them. So they have learned 119 and Romans chapter 8 and Matthew chapter 5, 6 and 7. Hallelujah. Well done. And don't stop it here, and we expect more and more from you. May God bless you, and I would like to hand over the trophy. And Faith, you have also very well done. Praise God. This is Angel and Aksa. They both learn Epistle to Philippines, and they are also sisters, cousins. We appreciate your effort and your interest in learning the Word of God and memorize and recite it, and we are very happy. We were very happy to hear from you. So don't stop it here, and you are further to learn more and more. May God bless you, and your parents are encouraging you and giving you time to learn. Okay, so we are very happy. So now, to encourage you and as a appreciation, we have arranged, as I promised you, I now hand over this trophy. Aksa, well done. And Angel. Okay. Praise God. ഈ കുഞ്ഞുങ്ങളെ നാം ഒരുമിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അവർ പഠിച്ച ആ ദൈവവചനത്തിന് അനുസരണമായി അവരുടെ ജീവിതം രൂപാന്തരപ്പെട്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഈ അവരുടെ തലമുറയിൽ കർത്താവിനെ ഉയർത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി തീരട്ടെ. അതിനായിട്ട് നാം ആഗ്രഹിക്കുന്നു. മാതാപിതാക്കളും അതിനായിട്ട് ഉത്സാഹിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളെ സഭയായി ദേശത്ത് കഴിഞ്ഞ ദീർഘവർഷങ്ങൾ അവിടുന്ന് അനുഗ്രഹിച്ചു, നിലനിർത്തി, വർദ്ധിപ്പിച്ചു. കർത്താവെ, ആരംഭകാലത്തൊക്കെ വിരലിൽ എണ്ണുവാൻ കഴിയുന്ന കുടുംബങ്ങൾ മാത്രമേ കുടുംബമായി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുങ്ങൾ വളരെ കുറവായിരുന്നു. എന്നാൽ മുൻപോട്ട് പോകുന്തോറും കുഞ്ഞുങ്ങൾ കൂടുതലായി വർദ്ധിച്ചു വരത്തക്കവണ്ണം കുടുംബങ്ങളായി ഇവിടെ താമസിക്കുവാൻ അവിടുന്ന് ഈ ചെറിയ രാജ്യത്ത് ഞങ്ങൾക്ക് അവിടുന്ന് അവസരം നൽകി. ആ നിലയിൽ ഇവിടെ കടന്നു വന്നതായ ഞങ്ങളുടെ പ്രിയപ്പെട്ട
വിശ്വാസി കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിച്ചു, തലമുറകളെ അവർക്ക് കൊടുത്തു. ഈ കുഞ്ഞുങ്ങൾ, ഈ തലമുറകളെല്ലാം ഞങ്ങളോട് കൂടെ ആയിരിക്കുന്നു എന്നുള്ളതും ഞങ്ങൾക്കൊരുമിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാനും കഴിയുന്നു എന്നുള്ളതും കർത്താവിനെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. കർത്താവെ, വളർന്നു വരുന്ന തലമുറ നശിച്ച് ഈ ലോകത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഞങ്ങൾക്കാവോളം ഈ കുഞ്ഞുങ്ങളെ ആത്മീയമായിട്ട് വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ റിസോഴ്സസ് ഒക്കെ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെയൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം. അതിന് മുൻപന്തിയിൽ നിൽക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെ ഓർത്തും ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. മാതാപിതാക്കളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടങ്ങ് സ്തുതിക്കുന്നു. വിശേഷാൽ ഈ 6 കുഞ്ഞുങ്ങളും കർത്താവെ ഈ ട്രോഫി കരസ്ഥമാക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് ആരംഭത്തിൽ പ്രസ്താവിച്ചതായ ആ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ അവർ അധ്വാനിച്ചു. എത്രയോ സമയം അവർ ദൈവവചനം ധ്യാനിച്ച് അത് മെമ്മറൈസ് ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അവിടുന്ന് കൊടുത്തതിനാൽ ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ മാതാപിതാക്കൾ ഇതിന് എല്ലാം പിന്നിലുണ്ടായിരുന്നു എന്നുള്ളതും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. അവരുടെ ഹൃദയത്തിലുള്ള താല്പര്യങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ആ നിലയിൽ വളരെ നന്ദിയുള്ള ഹൃദയത്തോടെയാണ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നതും ഈ കുഞ്ഞുങ്ങൾ ട്രോഫി പിടിച്ച് അവരുടെ സന്തോഷമുള്ള മുഖത്തെ കാണുവാനും അടിയങ്ങൾക്ക് കൃപ ചെയ്തതിനാൽ ഞങ്ങൾ നന്ദിയോടങ്ങിയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച്, മാതാപിതാക്കളും ഞങ്ങൾ ഒരുമിച്ച് ഈ കുഞ്ഞുങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇനി വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കും ഈ പ്രിയപ്പെട്ടവർ ഒരു ഉത്തേജനമായി തീരുവാൻ തക്കവണ്ണം, മാതൃകയുള്ള കുഞ്ഞുങ്ങളായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മാതാപിതാക്കളെയും തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ഹൃദയത്തിലുള്ള ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു തുറന്ന പുസ്തകമായിരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ കർത്താവേ. ദൈവസ്നേഹം അവരിൽ കൂടെ വ്യാപരിച്ച് അത് കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് നൽകിയ എല്ലാ നല്ല സമയത്തിനായിട്ട് നന്ദിയോടങ്ങി സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. പ്രിയപ്പെട്ട ഫെയ്ത്ത്, അതുപോലെ അഹരോൻ ആൻഡ് ആൻഡ്രൂ, അതുപോലെ ഏഞ്ചൽ, അക്സ, ഈ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളാണ്. അവരെല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ഇങ്ങനെ ഒരു സംവിധാനം ക്രമീകരിക്കുവാൻ പ്രിയപ്പെട്ട പോളിനും ടീമിനും സഹായിച്ചല്ലോ. പിന്നെയും അവരെ അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടെ ഞങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. പിതൃപുത്ര പരിശുദ്ധാത്മാവാന്ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഗ്രഹങ്ങളും നാം എല്ലാവരോടും, വിശേഷാൽ ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടും അവരുടെ മാതാപിതാക്കളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്.